ഈ വിഷയം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത് ആൾക്കാർ നിൽക്കുകയാണ്. സന്നിധാനത്ത് ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിയിച്ച് മാളികപ്പുറത്ത് തൊഴിയിച്ച് വാവരസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ. കയറി ചെല്ലുന്നവർക്ക് അങ്ങനെ തൊഴുത് അയ്യപ്പനെ തൊഴുത് വാവരസ്വാമിയുടെ അടുത്ത് പിന്നെ മാളികപ്പുറത്ത് പോയി വാവരസ്വാമിയെ തൊഴുത് അങ്ങനെ ഇറങ്ങി വന്ന് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തലിൽ വിശ്രമിക്കാൻ സമ്മതിക്കും. ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ താഴെ വന്നിട്ട് പമ്പയിൽ വിശ്രമിക്കുകയാണ്. സന്നിധാനത്തെ തിരക്ക് പോവും. നിലയ്ക്കലിൽ നിന്നുള്ള ബസ് കയറുന്നത് ഭയങ്കര അതൊന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. നിലയ്ക്കൽ നിന്ന് എന്താണ് തടസ്സം വരുന്നത് എന്നൊന്ന് നോക്കി. 8 മണിക്കൂർ 9 മണിക്കൂർ അത് ശബരിമലയിൽ ബസ് കാത്തിക്കുന്നതിന്റെ തടസ്സം എന്താണെന്ന് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. എന്നാൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ നിലയ്ക്കൽ 8 മണിക്കൂർ ബസ്സിനല്ല നിൽക്കുന്നത്. ബസ്സിന് മുമ്പിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 8 മണിക്കൂറാവും. ബസ്സിൽ കുത്തി നിറച്ചിട്ട് അങ്ങനെ കുത്തിയൊന്നും നിറയ്ക്കാതെ കൊണ്ടുപോകേണ്ട ഏർപ്പാടി. അതൊന്ന് അപകടകരമായി. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു എന്നൊക്കെ ഞാൻ കേൾക്കണ്ട. അവ കുഞ്ഞുങ്ങളകത്ത് ശ്വാസം മുട്ടുമ്പോൾ മുമ്പിൽ 2 പേരിന്ന് ചേർന്ന് വിളിക്കുന്നുണ്ട്. ആവേനെ വേണ്ട, നമ്മളിപ്പോൾ പരിഹരിക്കാം. ഇഷ്ടംപോലെ ബസ് തരാമെന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടംപോലെ ബസ് തരാം. പക്ഷെ അതിനോട് കടത്തി വിടണം. ഇവിടെ പിടിച്ച് പത്തനംതിട്ട പിടിച്ചിട്ടാ പറ്റത്തില്ല. അത് ഞങ്ങളിന്ന് സംസാരിച്ചതിന് ശേഷം തീരുമാനം ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. എല്ലാവരും പോലീസ് അധികാരികളുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഒരു ADGP ആണ്. അപ്പൊ അദ്ദേഹത്തിന് അതിനെ ചുമതലയുണ്ട്. ഇല്ല, അതൊക്കെ നമ്മൾ അശാസ്ത്രീയമായി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വളരെ കറക്റ്റ്. ആളും പഹിലും ഇല്ലാത്തടത്ത് വണ്ടി പിടിച്ചിട്ടാൽ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അശാസ്ത്രീയ ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കും. നമസ്കാരം. ശബരിമല തീർത്ഥാടന കാലം തുടങ്ങിയ നാൾ തന്നെ ശബരിമലയിലേക്കുള്ള സഞ്ചാരമാർഗങ്ങളെക്കുറിച്ചും ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചും കുടിവെള്ളമില്ലായ്മയെക്കുറിച്ചുമെല്ലാം വളരെ അധികം വിമർശനങ്ങളും വിവാദങ്ങളും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ശബരിമലയിൽ വരാനുള്ളത് മകരവിളക്ക് മഹോത്സവകാലമാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തിരക്കേറിയ ഉത്സവം തന്നെയാണ് മകരവിളക്ക്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അയ്യപ്പ വിശ്വാസികൾ ശബരിമലയിലേക്ക് ഒരു നദിപ്രവാഹം പോലെ ഒഴുകിയെത്തുന്ന ഉത്സവം തന്നെയാണ് മണ്ഡല മകരവിളക്ക്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ മുൻകാലങ്ങളിൽ വളരെ അധികം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 120-ൽ പരം ആളുകൾ മരിച്ചിട്ടുമുണ്ട്. അയ്യപ്പ ഭക്തർ വളരെ ദാരുണമായി മരിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം അതാത് കാലത്തെ സർക്കാരുകളുടെ കെടുകാര്യസ്ഥത കൊണ്ട് അല്ലെങ്കിൽ പിടിപ്പില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ളതാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ മണ്ഡല മകരവിളക്ക് ഉത്സവം അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ജനുവരി 15, 16 എന്ന തീയതികളിലായി തന്നെയാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് ശബരിമലയിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമല്ല എന്ന് അയ്യപ്പന്മാരുടെ തീർത്ഥാടകരായി എത്തുന്ന അയ്യപ്പന്മാരുടെ മുറവിളികൾ ഉയരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ല, വെള്ളമില്ല, കുടിവെള്ളമില്ല, വെളിച്ചമില്ല, വെളിക്കിറങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല, ശൗചാലയങ്ങളില്ല. ഉള്ളവ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് നാശോന്മുഖമായിരിക്കുന്നു, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വൃത്തിഹീനമായിരിക്കുന്നു. ശബരിമലയിൽ നിന്നും പ്രതിവർഷം 1000 കോടി രൂപയുടെയെങ്കിലും ചുരുങ്ങിയ വരുമാനം കിട്ടുന്ന സംസ്ഥാന സർക്കാർ ശബരിമലയോട് ചിറ്റമ്മ നയം കാണിക്കുന്നു. ഏതു വിധേനയും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളും ശബരിമലയുടെ പ്രാധാന്യവും നഷ്ടപ്പെടുത്തണം, നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും ശബരിമലയ്ക്കെതിരെ എക്കാലവും നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് കഴിഞ്ഞകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവിന്റെ മറവിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി, താന്ത്രിക വിധികൾക്ക് വിരുദ്ധമായി പോലീസിന്റെ യൂണിഫോമിൽ പച്ചപ്പാതിരയ്ക്ക് യുവതികളെ ശബരിമല കയറ്റി ശബരിമല സന്നിധിയിൽ കൊണ്ടുചെന്ന് നിർത്തി ദർശനം നടത്തുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി വിജയന്റെ സർക്കാരാണ്, പിണറായി വിജയന്റെ പോലീസാണ്. ഇതിനെതിരെ ഹൈന്ദവ വികാരം ഉണർന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയനും പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിനുമെതിരെ അയ്യപ്പ ഭക്തന്മാരുടെയും കേരളത്തിലെ ഹിന്ദു ജനതയുടെയും, അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്, ഭാരതത്തിലെ ഹൈന്ദവ ജനതയുടെയും വികാരം പ്രതിഷേധമായി ഇരമ്പുന്നു എന്ന് കണ്ടപ്പോൾ അന്നത്തെ CPM-ന്റെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രവർത്തകരെല്ലാവരും തന്നെ ഹൈന്ദവരുടെ വീട് വീടാന്തരം കയറിയിറങ്ങി മാപ്പപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഒരിക്കലും അയ്യപ്പ ഭക്തന്മാർക്കോ കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾക്കോ മറക്കാറായിട്ടില്ല. വീണ്ടും ഒരു ശബരിമലക്കാലം ഇപ്പോൾ മണ്ഡലം 41 ചെറുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അവിടെയും ശബരിമലയിൽ അപര്യാപ്തത തന്നെയായിരുന്നു തീർത്ഥാടകരായ എത്തിയ അയ്യപ്പന്മാരെ കാത്തിരുന്നത്. ഇപ്പോൾ ശബരിമലയിലെ ഏറ്റവും വലിയ ഉത്സവമായ മണ്ഡല
മകരവിളക്ക് മഹോത്സവം നടക്കുന്നതിന് മുന്നോടിയായി ശബരിമലയിൽ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെയും പിണറായി വിജയൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ എത്തുന്ന അന്യദേശ തീർത്ഥാടകർ പോലും പറയുന്നത്. അന്യദേശ തീർത്ഥാടകർക്ക് കേരളത്തിലെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലും ബന്ധമില്ല. അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ഒരു തരത്തിൽ താല്പര്യവുമില്ല. എന്നിട്ട് പോലും ഇവിടെ ഒരു മുഖ്യമന്ത്രിയില്ലേ, ഇവിടെ ഒരു സർക്കാരില്ലേ എന്നാണ് അന്യദേശ തീർത്ഥാടകർ പോലും സംസാരിക്കുന്നത്. മാധ്യമങ്ങൾ കണ്ടപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് അയ്യപ്പന്മാർ പറഞ്ഞത്, ഞങ്ങൾക്ക് മറ്റൊന്നും നിങ്ങൾ തരണ്ട, കുടിവെള്ളം തരാം, സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുക, ശൗചാലയങ്ങൾ ഒരുക്കുക, ഇത്രയും മാത്രവും മതി, ഞങ്ങൾക്ക് ദർശന സൗകര്യം ഏർപ്പെടുത്തി തന്നാൽ മതി, അല്ലാതെ മറ്റു യാതൊരു ലക്ഷറി സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തരണ്ട എന്ന് തന്നെയാണ് പുറം നാടുകളിൽ നിന്നെത്തിയ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ, മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പ ഭക്തന്മാർ വിലപിച്ചുകൊണ്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. എന്നാൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇപ്പോൾ തൊട്ടരികിലെത്തിയിരിക്കുന്നു. ഇനിയും കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ശബരിമലയിൽ യാതൊരു വിധത്തിലുള്ള പുനർക്രമീകരണങ്ങളും നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള പദ്ധതികളും നടപ്പിലായിട്ടില്ല. ഇപ്പോഴും സഞ്ചാരയോഗ്യമായ വഴികളില്ല. KSRTC അടക്കമുള്ള പൊതുഗതാഗത സൗകര്യങ്ങൾ ശബരിമലയിൽ നിലച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത് ഭക്തർക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വേറെയല്ല, അവർ ഈടാക്കുന്ന കൊള്ളയായ ചാർജ് വേറെ. പക്ഷെ ഒരു കാരണവശാലും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് സുഗമമായ ഗതാഗത സൗകര്യം പോലുമില്ല, കുടിവെള്ളമില്ല, ദർശനം നടത്താൻ സുഗമമായി ദർശനം നടത്താൻ പറ്റുന്നില്ല, ആഹാരമില്ല, ശൗചാലയങ്ങളില്ല, ഒന്നും സുഗമമായി തലചായ്ക്കാൻ വിരിവയ്ക്കാൻ പോലും ഇടം കിട്ടുന്നില്ല. പോലീസ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് സുഗമമായി ദർശനം നടത്തി മടങ്ങുവാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല. ഇത് തന്നെയാണ് പറഞ്ഞത് ശബരിമലയുടെ പ്രാധാന്യം തകർക്കുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പിണറായി വിജയനും മത്സരിച്ച് ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്, അയ്യപ്പ വിശ്വാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമലയിലെത്തിയ അന്യദേശ ഭക്തന്മാരടക്കം ശബരിമലയിലെ ഗതാഗത സൗകര്യങ്ങൾ വികസിപ്പിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ പുനഃക്രമീകരിക്കണം, സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പല അയ്യപ്പന്മാരും ഗതികെട്ട് പ്രതിഷേധത്തോടുകൂടി റോഡ് ഉപരോധം വരെ ഏർപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഈ റോഡ് ഉപരോധം ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ പറയുന്നത്. ഞാൻ പലവട്ടം ശബരിമലയിൽ പോയിട്ടുണ്ട്. തേക്കിന്റെ ഇലയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് വെട്ടവും വെളിച്ചവും ഇല്ലാത്ത സന്ദർഭത്തിൽ പോലും, അത്തരം ഒരു കാലഘട്ടത്തിൽ പോലും ഞാൻ മല കയറിയിട്ടുണ്ട്. മാസത്തിൽ 1-2 പ്രാവശ്യം പോലും ഞാൻ മല കയറിയിട്ടുണ്ട്. എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പോലും ഞാൻ ഇങ്ങനെയാണ് ശബരിമലയിൽ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല അയ്യപ്പന്മാർക്ക് വേണ്ടത് ക്ഷമയാണ്, ഭക്തിയാണ്. ഒരു കാരണവശാലും അയ്യപ്പന്മാർ പ്രകോപിതരാവാൻ പാടില്ല എന്നാണ് KB ഗണേഷ് കുമാർ പറഞ്ഞത്. ശബരിമലയിൽ കുടിവെള്ളമോ അടിസ്ഥാന സൗകര്യങ്ങളോ ശൗചാലയങ്ങളോ ലഭ്യമാകാത്ത അയ്യപ്പന്മാർ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തെയാണ് KB ഗണേഷ് കുമാർ ഇത്തരത്തിൽ ക്ഷമയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കുന്നത്. ഇത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിക്ക് ഭൂഷണമല്ല എന്ന് തന്നെയാണ് ഹൈന്ദവ ഭക്തരും ചൂണ്ടിക്കാണിക്കുന്നത്. KB ഗണേഷ് കുമാർ അയ്യപ്പന്മാർക്കെതിരെ പ്രതികരിച്ച ഈ മാധ്യമ സമ്മേളനം നമുക്കൊന്ന് കാണാം. ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം, കാരണം അത് പരിഹരിക്കും. കാരണം മകരവിളക്കിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഞാൻ ഈ ശബരിമല സന്നിധാനത്തെ തിരക്കിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റു വാഹനത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ട്രാഫിക്കിലുണ്ടാകുന്ന തടസ്സങ്ങൾ, അതെല്ലാം നമ്മൾ ദൂരീകരിക്കും. പിന്നെ പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പം MLA മാർ രണ്ടിലുണ്ട്. അവരുടെ ചില ആശയങ്ങളുണ്ട്, അവരുടെ ചില ആശങ്കകളുമുണ്ട്. അതുകൂടി ദൂരീകരിച്ച് നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ മാധ്യമങ്ങളും എല്ലാവരും ഉന്നയിക്കുന്ന ആശയങ്ങൾ കേട്ടതിന് ശേഷം നമ്മളതിന് പരിഹാരം കാണും. അപ്പോൾ അത് ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ നടത്തണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. എത്ര ബസ് വേണമെങ്കിലും തരും, അതൊന്നും കുഴപ്പമില്ല. ബസ്സിനൊന്നും ഒരു ഷോർട്ടേജും ഇല്ല. ആ കാര്യത്തിൽ 2-3 ദിവസത്തേക്ക് 13, 14, 15, 16 ഈ ദിവസങ്ങളിൽ എത്ര ബസ് വേണമെങ്കിലും തരാം, എവിടെ നിന്നാണെങ്കിലും എടുത്തു തരാം. അതിനൊന്നും ഒരു ആശങ്ക ആർക്കും വേണ്ട. അത് ഈ ബസ്സിനെ തടഞ്ഞിടരുത്. KSRTC ബസ്സുകളെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങോട്ട് തടഞ്ഞിടാൻ പാടില്ല. ഓരോ പോലീസ് കോൺസ്റ്റബിളും ഉദ്യോഗസ്ഥന്മാരും വന്ന് തടഞ്ഞിടുന്ന അത് പറ്റില്ല. KSRTC കടത്തി വിട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ അതിനുള്ള സംവിധാനം ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് ഉണ്ടാക്കും. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അവിടെ വന്നിട്ടുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. ADGP രാവിലെ വന്നിരുന്നു എന്ന് എനിക്ക് സംസാരിച്ചു. കഴിഞ്ഞ ബസ്സുകളിൽ കുറേ സമയം ആളുകൾ ഇരുന്ന് പോയിരുന്നു. ഈ തടഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് കയറി ഇരുന്ന് പിന്നെ ശരണം വിളി സമരവും നടത്തരുത്. അതും തെറ്റാണ്. നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. ഞാൻ ദൈവവിശ്വാസി പറയാൻ മടിയില്ലാത്ത ആളാണ്. ഏറ്റവും കൂടുതൽ തവണ ശബരിമലയിൽ പോയിട്ടുള്ള ആളായിരിക്കും. ആദ്യകാലങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ എല്ലാ മാസവും പോകുമായിരുന്നു ഞാൻ. അന്ന് ഇതുപോലെ വെളിച്ചവും ടാറ് കോൺക്രീറ്റ് ചെയ്ത റോഡൊന്നുമില്ല. ഈ തേക്കിൻ്റെ ഇലയ്ക്കകത്ത് മെഴുതി കത്തിച്ച് വെച്ച് പോയിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത്. തനിച്ച് രാത്രി 2 പേര് 3 പേരായിട്ട് ഇരുട്ടത്ത്, ലൈറ്റൊന്നുമില്ല. പലപ്പോഴും വന്നെത്തുമ്പോൾ രാത്രിയായി പോകും. മഴയൊക്കെ ഉള്ളപ്പോൾ കർക്കിടക മാസം വരെ കയറി പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അത് പറയരുത്. അങ്ങനെയൊന്നും കാര്യം സമരം ചെയ്യാനല്ലോ നമ്മൾ ശബരിമലയിലേക്ക് വരുന്നത്. അസൗകര്യം ഉണ്ടാവില്ല. ബസ്സുകൾ നിറയുന്നതനുസരിച്ച് ആളെ വിടും. അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല. ഒരു എന്തിനും നമ്മൾ അവിടെ ഒരു മാർഗം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റും. നമ്മൾ ഭക്തിയായ സാന്ദ്രമായി വരുമ്പോൾ ഭക്തി സാന്ദ്രമായി നടക്കും.
അവിടെ ക്ഷമയാണ്. അയ്യപ്പന് വേണ്ട 41 ദിവസം വ്രതം എടുക്കുന്ന അയ്യപ്പന് ക്ഷമ വളരെ പ്രധാനമാണ്. അസഭ്യം പറയില്ല, ദേഷ്യപ്പെടില്ല. നമ്മുടെ നാട്ടിലറിയില്ല, കുഞ്ഞുങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ അധ്യാപകർ പണ്ട് വഴക്കൂരും പറയുന്നത്. ഈ വ്രതം എടുക്കുന്നത് മനഃശുദ്ധി മനഃശക്തിക്കും കൂടി വേണ്ടിയിട്ടാണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും. അതിന് വരുമ്പോൾ അത് ചെയ്യുക, ശരണം വിളിക്കുക. അല്ലെ ബസ്സിന് മുമ്പിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവർക്ക് കൂടി തടസ്സം ഉണ്ടാക്കി കുഞ്ഞുങ്ങളെ മറയാക്കുകയും ചെയ്യുന്ന അതൊന്നും ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു ദൈവവിശ്വാസി പറയുകയാണെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആണെന്ന് പറയും. ബസ്സിൽ കയറ്റാനാണ് പ്രശ്നം, ഭയങ്കര തിരക്കാണത്. ബസ്സിലെ ആള് അയ്യപ്പന്മാരെ കയറാൻ അല്ല, അതിൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ അരവണയും ഒക്കെ പമ്പയിൽ വെച്ച് കൊടുക്കും. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ആരോഗ്യം. ഞാൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗമാണ്, ഒളിച്ചും പാത്തും പറയുന്നത്. നിയമസഭയിൽ ഇതേ പ്രസംഗം നടത്തിയിരിക്കും. അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുക. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണില്ല. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനം താഴെ വിറ്റാണ്. കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ 10 പേര് നമ്മൾ ഒരുമിച്ച് ശബരിമലയിലേക്ക് പോകും. നമ്മൾ 2 പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയപ്പവും വേണ്ടി നിൽക്കും. 8 പേര് അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ സന്നിധാനം നിറയുകയാണ്. അതേസമയത്ത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നത്. ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി അങ്ങ് പോകാമല്ലോ. ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. നെയ്യഭിഷേകം നടത്തുന്നു. നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ ഒരു മനുഷ്യൻ എന്നുള്ളതിനൊരു കാഴ്ചപ്പാട്. ഞാൻ നിയമസഭയിൽ ഇതേ പ്രശ്നം നെയ്യ് ഒരു ചെറിയ ടിന്നിലാക്കി അയ്യപ്പൻ്റെ പുറമൊക്കെ അടിച്ച് നല്ല മനോഹരമായ ടിന്നിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്നിടത്ത് വെച്ച് വിതരണം. കൂപ്പണുണ്ട്, എല്ലാവർക്കും നെയ്യ് ഓരോ ടിന്ന് കൊടുക്കും. ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണല്ലോ, വഴിപാടല്ലേ വേണ്ട, പ്രസാദമല്ലേ. അപ്പം നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത ആൾക്കാർ നിൽക്കുകയാണ്. സന്നിധാനത്ത് ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിയിച്ച് മാളികപ്പുറത്ത് തൊഴിയിച്ച് വാവരസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ. കയറി ചെല്ലുന്നവർക്ക് അങ്ങനെ തൊഴുത് അയ്യപ്പനെ തൊഴുത് വാവരസ്വാമിയുടെ അടുത്ത് പിന്നെ മാളികപ്പുറത്ത് പോയി വാവരസ്വാമിയെ തൊഴുത് അങ്ങനെ ഇറങ്ങി വന്ന് പ്രായമുള്ളവരെയും കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും സ്ത്രീകളെയും നടപ്പന്തലിൽ വിശ്രമിക്കാൻ സമ്മതിക്കും. ബാക്കിയുള്ളവർ അപ്പോൾ തന്നെ താഴെ വന്നിട്ട് പമ്പയിൽ വിശ്രമിക്കുകയാണ്. ഈ സന്നിധാനത്തെ തിരക്ക് പോവും. നിലയ്ക്കലിൽ നിന്നുള്ള ബസ് കയറുന്നത് ഭയങ്കര അതൊന്ന് പരിശോധിക്കുന്നുണ്ട്. നിലയ്ക്കലിൽ നിന്ന് എന്താണ് തടസ്സം വരുന്നത് എന്നുള്ള നോക്കി. 8 മണിക്കൂർ 9 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ്. അത് ശബരിമലയിൽ ബസ് കാത്തിക്കുന്നതിന്റെ തടസ്സം എന്താണ്? നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. എന്നാൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് ഈ നിലയ്ക്കൽ 8 മണിക്കൂർ ബസ്സിനല്ല നിൽക്കുന്നത്. ബസ്സിന് മുമ്പിലൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ 8 മണിക്കൂറാവും. അല്ല, നിലയ്ക്കൽ ബസ്സിൽ ആളെ കുത്തി നിറച്ചിട്ട് അങ്ങനെ കുത്തിയൊന്നും നിറയ്ക്കാതെ കൊണ്ടുപോകേണ്ട ഏർപ്പാടി. അതൊന്ന് അപകടകരമായി. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ വെച്ചിട്ട് ശ്വാസം മുട്ടിച്ചു എന്നൊക്കെ ഞാൻ ഈ കണ്ട. കുഞ്ഞുങ്ങളകത്ത് ശ്വാസം മുട്ടുമ്പോൾ മുമ്പിൽ 2 നേരം ചവറാണ് വിളിക്കുന്നുണ്ട്. അവനെ വേണ്ട, നമ്മളിപ്പോൾ പരിഹരിക്കാം. ഇഷ്ടംപോലെ ബസ് തരാമെന്ന് ഞാൻ പറഞ്ഞു. ഇഷ്ടംപോലെ ബസ് തരാം, പക്ഷെ അതിനോട് കടത്തി വിടണം. ഇവിടെ പിടിക്കും, പത്തനംതിട്ട പിടിച്ചിട്ടാ പറ്റും. അത് ഞങ്ങളിന്ന് സംസാരിച്ചതിന് ശേഷം തീരുമാനം ഉണ്ടാവും. എന്തോ എല്ലാവരും ഉണ്ട്, എല്ലാവരും പോലീസ് അധികാരികളുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ തന്നെ ഒരു ADGP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനെ ചുമതലയുണ്ട്. ഇല്ല, അതൊക്കെ നമ്മൾ അശാസ്ത്രീയമായി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വളരെ കറക്റ്റ്. ആളും പഹിലും ഇല്ലാത്തടത്ത് വണ്ടി പിടിച്ചിട്ടാൽ ബുദ്ധിമുട്ടാണ്. അതൊക്കെ അശാസ്ത്രീയ ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കും.